ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. ഞാനൊരു ചെറിയ മോർണിംഗ് വാക്ക് പാസ്സാക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങി നടന്ന് പോകുന്ന വഴിക്ക് നല്ല മനോഹരമായി ഒഴുകുന്ന ഒരു കുഞ്ഞു പുഴ ഞാൻ കണ്ടു. പാലത്തിന്റെ മുകളിൽ കൂടെ നോക്കുമ്പോൾ നല്ല രസമുള്ള കാടും കാഴ്ചകളും കുറെ പക്ഷികളുടെ കളകളാരവങ്ങളൊക്കെ കേട്ട് അങ്ങനെ റബ്ബർ തോട്ടവും താണ്ടി റോഡിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. നല്ല ഭംഗിയുള്ള കാഴ്ചകളും ചുറ്റും പൂക്കളും കാടും കിളികളും ഒക്കെ കണ്ടപ്പോൾ കണ്ണിനും മനസ്സിനും ഭയങ്കര സന്തോഷം തോന്നി. കർണാടകത്തിന്റെ തനത് ശൈലി കൈവിടാതെ നിർമ്മിച്ച ഒരു വീടും അതിന് ചുറ്റുമുള്ള പറമ്പും ഭംഗിയുള്ള ആ ഒരു നാടൻ കാഴ്ചകളും കണ്ടുകൊണ്ട് ഞാൻ അങ്ങനെ ഗോപാലകൃഷ്ണ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തുള്ള ഒരു ചെറിയൊരു അമ്പലമാണ്, വളരെ പഴക്കം ചെന്ന ഒരു അമ്പലമാണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ഈ ക്ഷേത്രം നമ്മുടെ കുടജാദ്രിയിലെ സർവജ്ഞ പീഠവുമായി ഏറെക്കുറെ സാമ്യതകളുണ്ട് കേട്ടോ. ആളുകൾ വന്നു പോകുന്നതിന്റെ തെളിവൊക്കെ ഇവിടെ കാണുന്നുണ്ടെങ്കിലും മറ്റാരും ഞാൻ അവിടെ കണ്ടിട്ടില്ല. അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞാൻ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഇവിടെയുള്ള കൊത്തുപണികളെല്ലാം നശിപ്പിക്കപ്പെട്ട രീതിയിലുണ്ട്. ടിപ്പുവിന്റെ കരവിരുദ്ധിന്റെ ബാക്കി പത്രമായിരിക്കാം ഒരുപക്ഷെ ആ കാണുന്നതെല്ലാം. അതെല്ലാം ആലോചിച്ചുകൊണ്ട് ചെറുജീവന്റെ തുടിപ്പും പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് പുറത്തുള്ള കാഴ്ചകൾ നോക്കിക്കൊണ്ട് കുറേ നേരം അവിടെ ഇരുന്നു. 3 കിലോമീറ്ററോളം നടന്നു വന്ന ക്ഷീണം മാറ്റാൻ വേണ്ടി അടുത്ത ഗ്രാമത്തിലേക്ക് പോകാൻ വേണ്ടി ഞാൻ ബസ്സിന് കാത്തിരിക്കുക ചെയ്തത്. അങ്ങനെ കുറച്ചു നേരം ബന്ദ്രാളയിലെ ബസ് സ്റ്റോപ്പിൽ കാത്തിരുന്നതിന് ശേഷം നമ്മുടെ KSRTC ബസ് വന്നു. ഉൾഗ്രാമത്തിലൂടെയുള്ള ബസ് യാത്ര എന്നും അതിമനോഹരമാണെന്ന് എനിക്കറിയാമായിരുന്നു. കാഴ്ചകളും കണ്ടുകൊണ്ട് അണിയൂർ എന്ന കുഞ്ഞു ഗ്രാമത്തിൽ ഞാൻ ഇറങ്ങിയതും നല്ല മനോഹരമായിട്ടുള്ളൊരു പുഴയാണ് എന്നെ സ്വാഗതം ചെയ്തത്. അതിനിടയിലാണ് ഞായറാഴ്ച ചന്തയുടെ ഭാഗമായി ഒരു പച്ചക്കറി തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നത്. പുറത്തുനിന്നും നാട്ടിൽ കൊണ്ടുവന്ന പലതരം പച്ചക്കറികൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം പുഴയോട് കഥയും പറഞ്ഞ് കുറച്ചു നേരം ഞാൻ അവിടെ അങ്ങനെ നിന്നു.